അതെ, ഇന്ന് നമുക്കൊരു ബിരിയാണി നോക്കിയാലോ? ഒരു ഫിഷ് ബിരിയാണി കുക്കറിൽ, ഒരു സിമ്പിൾ ഫിഷ് ബിരിയാണി. അപ്പോൾ ആവശ്യമായിട്ട് ഞാൻ ആദ്യം 4 ഉള്ളി എടുത്തിട്ടുണ്ട്. 4 ഉള്ളി ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് തക്കാളിയാണ്. 2 തക്കാളി എടുത്തു. 4 ഉള്ളി എടുത്തുകൊണ്ട് 2 തക്കാളി എടുത്തു. പിന്നെ ഒരു 6 പച്ചമുളക്, കയ്യിലൊരു പിടി വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ചതച്ച് വെച്ചതാണ്. പിന്നെ മീൻ, ഇത് നട്ടറാണ്, കാരാകോലി എന്ന് പറയും. അത് ഉപ്പും മുളകും മഞ്ഞളും പുരട്ടി വെച്ചതാണ്. വറക്കാൻ വേണ്ടി ജസ്റ്റ് കൂടുതൽ മുളകിടാതെ ലൈറ്റായിട്ട് ഇട്ടിട്ടേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ബിരിയാണിയിൽ മുളകിൻ്റെ ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമല്ല. അതെന്ന് വെച്ചാൽ മുളകിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നമ്മൾ ബിരിയാണിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ചെറിയ രീതിയിൽ മുളകിട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് സാധാരണ നമ്മൾ ഇച്ചിരി ഓയിൽ ഒഴിച്ച്, ഞാൻ കുറച്ച് ഓയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൽ പെരുംജീരകമാണ് ഇട്ടത്. പെരുംജീരകം വലിയ ജീരകം എന്ന് പറയും, അത് നമ്മളിട്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, അത്രയും ഐറ്റംസ് ഇതിൻ്റെ കൂടെ നമ്മൾ ഇടും. ഒരു 2 പട്ടയും കുറച്ച് ഗ്രാമ്പൂ, ഒരു ബേ ലീഫ് ഇട്ടാൽ മതി. ബേ ലീഫ് ഇടാൻ എന്നോട് മറന്നുപോയി, അതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടത്. പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി എന്ത് ചെയ്ത് ഇതിലേക്കിട്ട്, ഉള്ളി കുറച്ച് കട്ടിയിലെല്ലാം പിന്നെ ഒരുമിച്ച് കട്ട് ചെയ്തുകൊണ്ട് എല്ലാം കൂടെ സ്പ്ലിറ്റായി വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്മിയാണ് ഇട്ടത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ കൂടുതൽ വഴറ്റിയെടുത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണം പോകുന്ന വരെ ആക്കിയുള്ളൂ. പിന്നെ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് കുക്കറിൽ ഒരു വിസിലടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കൂടുതൽ വഴറ്റേണ്ട, ഒറ്റ വിസിൽ നല്ലോണം വഴണ്ട് കിട്ടും. അപ്പോഴേക്കും നമ്മളെ മീൻ ഫ്രൈ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളൊരു വിസിൽ കുക്കറിൽ അടിച്ച് കഴിഞ്ഞാലുള്ള ഉള്ളി തക്കാളീൻ്റെ കണ്ടീഷനാണിത്. നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനതിലേക്ക് ഒരു ഫിഷ് ഇട്ടിട്ട്, എന്ന് വെച്ചാൽ വറക്കാത്ത, നമ്മൾ ജസ്റ്റ് ഫിഷാണ് അതെന്ന് വെച്ചാൽ ഉള്ളിയിലും തക്കാളീൻ്റെയൊക്കെ ആ മസാലയിൽ ഫിഷിൻ്റെ ഫ്ലേവർ പിടിക്കണമെങ്കിൽ അതും കൂടെ അതിലിട്ടു. പിന്നെ മല്ലിയില, പുതിനയില, ഇത് രണ്ടും കൂടെ ഇട്ട് ഒന്നും കൂടെ നല്ലോണം ഇളക്കി എന്ത് ചെയ്തു. ബേ ലീഫ് കേട്ടോ ഞാൻ ലാസ്റ്റാണ് ഇട്ടത്, കാരണം ഫസ്റ്റ് ഇടാൻ എന്നോട് വിട്ടുപോയി. അപ്പോൾ നല്ലോണം ഇളക്കി. ഈ മസാലയിൽ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് തൈര് ഇട്ടിട്ടുണ്ട്. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരായതുകൊണ്ട് വലിയ പുളിപ്പില്ല, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പുളിപ്പുള്ള മിൽമേൻ്റെയൊക്കെ തൈരാണെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതി. 1 സ്പൂൺ തന്നെ ധാരാളമാണ്. പിന്നെ ഞാനിതിൽ കുറച്ച് ഗരം മസാല, ഞാൻ മസാലയായിട്ട് ഗരം മസാല മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഗരം മസാല ഇട്ടിട്ട് ഈ തൈരും ഗരം മസാല ഇട്ടിട്ട് നല്ലോണം ഇളക്കി. ഉപ്പ് നമ്മൾ ഈ തൈര് ഇട്ടതിന് ശേഷം നമ്മൾ പാകം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന്. ഇത് ഞാൻ അരി കൈമ റൈസാണ് എടുത്തത്. കൈമ റൈസ് ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചതാണ്. അപ്പോഴേക്കും നമ്മൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഗരം മസാല പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരി എടുത്തതിന് ഞാൻ 2 ഗ്ലാസ് വെള്ളം തന്നെയാണ് എടുത്തത്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് അതും കൂടെ ഇട്ട്, കുക്കറിലായതുകൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. എത്രയാണോ അരി എടുക്കുന്നത് അത്ര തന്നെ മതി, വെള്ളം എടുത്താൽ മതി. ഇപ്പം നമ്മളെ മസാലയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ മീൻ, ഞാൻ ഇട്ട മീനുണ്ടല്ലോ, അത് നല്ലോണം അതിലേക്ക് പിടിച്ചിട്ടുമുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച മീൻ ഈ മസാലേൻ്റെ മേലെ ഒരു ലെയറായിട്ട് നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ ചെയ്തതല്ല, ജസ്റ്റ് ഞാനൊരു ഷാലോ ഫ്രൈഡ് ചെയ്തതാണ്. കാരണം ഇതിലിരുന്ന് ഇനിയും വേവുമ്പോഴേക്കും മീൻ ഭയങ്കരമായിട്ട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അധികം ഫ്രൈ ആക്കണ്ട, എന്നാലും മേലെ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് പൊട്ടി അങ്ങോട്ട് അലിഞ്ഞു പോവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ്. അങ്ങനെ മസാലേൻ്റെ മേലെ മീനൊക്കെ അറേഞ്ച് ചെയ്ത്, ഇനി നമ്മൾ കഴുകി വെച്ച അരി, കൈമാരിയാണെന്ന് പറഞ്ഞു, ആ അരി ഇതിൻ്റെ മേലെ ജസ്റ്റ് ഇട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ, ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതെനിക്ക് മസാലയും ഫിഷും അരിയൊക്കെ നമ്മൾ സാധാരണ ദം ചെയ്ത് കിട്ടുന്ന പോലെ തന്നെ കിട്ടണം, അല്ലാതെ ഇറച്ചിച്ചോറ് പോലെ മിക്സ് ആവരുത്. അതുകൊണ്ട് മേലെ അരി ഇട്ടിട്ട് ആ അരി നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ, വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചിട്ട് ഈ ഇളകി പോവാതെ, ഈ അരി ഉണ്ടല്ലോ
ഇത് ഇളകി പോവാതെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ മസാലയും ചോറും എല്ലാം കൂടെ അങ്ങനെ മിക്സ് ചെയ്ത് വരില്ല. ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. അടിയിൽ മസാല ഉണ്ടാവും, അതിൻ്റെ മേലെ ഫിഷ് ഉണ്ടാവും, അതിൻ്റെ മേലെ ആയിരിക്കും ചോറുണ്ടാവുക. കുക്കറിൽ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലാതെ നമ്മൾ ദമ്മിട്ട് വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ, സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ എളുപ്പപ്പണിയാണ്. സാധാരണ നമ്മൾ ഈ ബാച്ചിലേഴ്സിനും അതേപോലെ വർക്കിംഗ് വുമൺസിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ്. ഞാൻ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. നമുക്കൊരു സൺഡേ കിട്ടുന്ന ദിവസം നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് മെനക്കെട്ടിരുന്ന് ചെയ്ത് ഇതാക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ മേലെ എനിക്ക് മല്ലിയിലേൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടെ തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ വിസിൽ തന്നെ ഓപ്പൺ ചെയ്യരുത്. അതിൻ്റെ പ്രഷർ പോകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കി, തൈരും ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് സാലഡ്. ഇതാട്ടോ നമ്മളിപ്പോൾ ബിരിയാണി പ്രഷറൊക്കെ പോയി ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഉള്ള ഒരു പരുവം. നല്ലോണം അതിൻ്റെ ആവി അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ക്യാമറയിൽ ഇങ്ങനെ ആവി വന്ന് നിൽക്കുകയാണ്. റൈസ് വെന്തിട്ടുണ്ട്, അടിയിൽ ഫിഷും മസാലയും ഇരിപ്പുണ്ട്. ലാസ്റ്റ് നമ്മളെ ബിരിയാണീൻ്റെ കണ്ടീഷനാണിത്. ഞാൻ ഒരു ഡേറ്റ്സിൻ്റെ ഒരു അച്ചാറുണ്ട്, തൈരുണ്ട്, പിന്നെ മസാലയുണ്ട്, ഫിഷും കൊണ്ട് കണ്ടോ. മസാലയും ഫിഷും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. റൈസ് എന്താണ് സെപ്പറേറ്റ്. നമ്മൾ ശരിക്കും ഒരു ഇത് നമുക്ക് ദമ്മിട്ട പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ബിരിയാണി. ഇതിലിപ്പോൾ ഒരു കാര്യം എന്നോട് പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ, നമ്മൾ ഒഴിച്ച തിളച്ച വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അരിക്ക് ഉപ്പ് പിടിക്കണമെങ്കിൽ അങ്ങനെ ഇടണം കേട്ടോ. അപ്പം നമ്മളെ ബിരിയാണി ഓക്കെ ആയിട്ടുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ, വർക്കിംഗ് വുമൺസിനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ബിരിയാണി. നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. കുക്കറിലാണെങ്കിൽ പോലും നമ്മൾ ദം ബിരിയാണീൻ്റെ അതേ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ ഓക്കെ ബൈ, എല്ലാവരും ട്രൈ ചെയ്യട്ടോ.